എൻകെയർ വിജയശതമാനം കൂടുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പുതിയതായിട്ട് നമ്മുടെ ലാബ് റിന്യൂവേറ്റ് ചെയ്തിട്ടുണ്ട്. 2 വർഷമായി. അത് നമ്മളെ MLA KP മജീദ് വന്നിട്ടായിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്തത്. ഇവിടുത്തെ മെഷീനറീസ് ഒക്കെ ഡെൻമാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കൂപ്പർ സർജിക്കൽസിന്റെ മെഷീനറീസ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബെഞ്ച് ടോപ്പ് ഇൻക്യുബേറ്റേഴ്സ് ആണ്. അപ്പം ആ ഇൻക്യുബേറ്ററിൽ നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവല്, പിന്നെ pH അതൊന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കതിനുള്ള കറക്റ്റ് വാല്യൂസ് തന്നുകൊണ്ടിരിക്കും. അതന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ കുറേ ഒരു 6-7 ഇൻക്യുബേറ്റർ ഇവിടെ തന്നെയുണ്ട്, കണ്ണൂർ സെൻറ്ററിലും ഉണ്ട്. അതൊരു ഘടകമാണ്. പിന്നെ ഞങ്ങളുടെ ലാബ് റിന്യൂവേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വോൾസൊക്കെ, ലാബിൻ്റെ വോൾസൊക്കെ ബയോക്ലാഡ്, ഈ ബാക്ടീരിയ റിപ്പലൻ്റ് ആയിട്ടുള്ള ബയോക്ലാഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോർ വിനൈൽ ഫ്ലോറിംഗ് ആണ്. പിന്നെ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് HU പ്രത്യേകത ഉള്ളതാണ്. അത് കാരണം എല്ലാ നല്ല ശുദ്ധീകരിച്ച എയർ മാത്രമേ ആ ലാബിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മൾ ലാബിൻ്റെ ക്വാളിറ്റിയാണ് എപ്പോഴും വിജയശതമാനത്തിന് ഫസ്റ്റ് മുൻഗണന വരുന്നത്. പിന്നെ സ്കിൽഡ് ആയിട്ടുള്ള എംബ്രിയോളജിസ്റ്റും ക്ലിനീഷ്യനും. ഇവിടെ ഞാനും ഡോക്ടർ ബൈജു ആണ് ചെയ്യുന്നത്. രണ്ടുപേരും 10-15 വർഷമായിട്ട് ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഈ സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചെയ്യുന്നതിനുള്ള. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം ഞങ്ങളുടെ വിജയശതമാനം കൂടുതലാവാനുള്ള കാരണങ്ങൾ. പിന്നെ എല്ലാവരും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫാണ്, സിൻസിയർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ആയിരിക്കാം ഞങ്ങളുടെ വിജയശതമാനം കൂടാനുള്ള സാധ്യത. നിങ്ങൾ ചോദിച്ചത്